ഏയ് നേരം വെളുത്തറിഞ്ഞില്ലേ? ഇല്ല, കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്ക് വെളുത്തുപോയതുപോലെ. അവിടെ ചെന്നേ, ഞാനൊരു സൂത്രം കാണിച്ചേട്ടെ. എന്താ? പറഞ്ഞേ കേൾക്കണോ? എനിക്ക് എന്തായി കാണിച്ചേ? ആരെങ്കിലും കേട്ടാൽ എന്ത് വിചാരിക്കും? പിന്നെ ഞാനിത് മൈതാനത്തുണ്ട് ഓൺ ചെയ്യാൻ പോവല്ലേ. ഇതേ നമുക്ക് രണ്ടുപേർക്ക് മാത്രം കേൾക്കാനുള്ളതാ. ആദ്യ രാത്രിയുടെ ഓർമ്മയ്ക്ക്. ആണല്ലോ. എന്തിനാ? ആ, എനിക്ക് ഈ ഐഡിയ എവിടെ നിന്ന് എത്തിയെന്നറിയാം. ഒരു നോവൽ വായിച്ചപ്പോഴാ. അന്നേ ഞാൻ എന്റെ മനസ്സിൽ തീരുമാനിച്ചു എന്റെ ആദ്യ രാത്രിയുടെ സംഭാഷണങ്ങൾ ടേപ്പ് ചെയ്ത് വെക്കുന്നു. എന്തിനാണെന്നറിയാം? എന്തിനാ? വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്കിത് ഇട്ട് കേൾക്കാൻ. വർഷങ്ങൾ കഴിയുന്നപ്പോഴാ നീ ഒരു കിഴവിയും ഞാൻ ഒരു കിഴവനും ആവുമ്പോ അന്ന് നമ്മൾ രണ്ടുപേരും പല്ലില്ലാത്ത മോണ കാട്ടിച്ചിരിക്കും. നമ്മൾ എപ്പോഴാ വിനുവേട്ടന്റെ വീട്ടിൽ പോകുന്നത്? വിനുവേട്ടന്റെ വീട്ടിലേക്ക്? എറണാകുളത്ത്? എറണാകുളത്തേക്കൊന്നും നമ്മൾ പോകുന്നില്ല. വീട്ടിലറിഞ്ഞ ഈ കല്യാണത്തിന് സമ്മതിക്കത്തില്ല. അവര് വേറെ ഏതാണ്ട് പെണ്ണെ നോക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് ഞാനും ബാബുവും കൂടെ സൂത്രത്തിൽ നമ്മുടെ കല്യാണം നടത്തിയല്ലേ. അപ്പൊ അച്ഛനോട് പറഞ്ഞല്ലോ ആര് കല്യാണം കഴിച്ചാലും വിനുവേട്ടന്റെ അച്ഛനും അമ്മയ്ക്ക് സന്തോഷമാണെന്ന്. അയ്യോ, അതൊക്കെ ബാബു തട്ടിവിടുന്നതല്ലേ. അവൻ എന്നെ പോലൊന്നും അല്ല. മുഖത്ത് നോക്കി കള്ളം പറയാൻ യാതൊരു മടിയില്ല. ഞാൻ നിന്നെ കൊണ്ട് അങ്ങോട്ട് ചെന്നാലേ അവരെന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. എനിക്ക് വിനുവേട്ടന്റെ വീട്ടിൽ പോണം. ഇടി പെണ്ണെ, നീ ഇങ്ങോട്ട് നോക്കി. ഇതല്ലേ നമ്മുടെ വീട്. നമുക്ക് കുറച്ച് കഴിയുമ്പം ആ പുഴയോരത്ത് കുറച്ച് സ്ഥലം വാങ്ങിച്ച് ഒരു കൊച്ചു വീട് വെക്കണം. ഞാനില്ല അതിനൊന്നും. പിന്നെ എനിക്ക് വിനുവേട്ടന്റെ നാടാ ഇഷ്ടം. നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് പോണം. പോയിട്ട് പട്ടണത്തിലൊരു ജോലി വാങ്ങണം. എന്നിട്ട് നമുക്ക് അവിടെ കഴിയാം. നീ എന്താ ഈ പറയുന്നത്? ഭാരതത്തിന്റെ ആത്മാവ് എവിടാ നിനക്കറിയാം? എവിടെയായാലും ഈ നാട്ടിൻപുറത്തും പോണം നമുക്ക്. അയ്യോ, നീ അത്തോക്കോ, ഞാൻ വിളിച്ചോളാം. ഈ കുടിലാണോ നിന്റെ താമസം? അല്ല, അച്ഛനും അമ്മയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ. ബാബുവിനോട് നിന്നെയും കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. അവനെയും കണ്ടില്ല, നിന്നെയും കണ്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. മിസ്സിസ് തമ്പിയുടെ മകളുടെ കല്യാണക്കാര്യം പറയാനല്ലേ? ബാബു പറഞ്ഞു വിവരങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ചില കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യേണ്ടി വന്നു. അതെന്താടാ? അതെ, നീ വന്നേ. അച്ഛനും അമ്മയും ക്ഷമിക്കണം. ഇത് എന്റെ ഭാര്യ. അതെ, ഇതാണ് എന്റെ അച്ഛനും അമ്മയും. കല്യാണം കഴിക്കുന്നെങ്കിൽ അതൊരു നാടൻ പെൺകുട്ടിയായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. നിങ്ങളോട് ആലോചിച്ചാൽ അത് നടക്കില്ലെന്നറിയാം. അതെ, അച്ഛൻ്റെ അമ്മയുടെ കാര്യം നമസ്കരിക്കും. നീ ഇവിടെ വാ, ഒരു കാര്യം പറയാനുണ്ട്. ശകനകുട്ടി, കാര്യം എന്താണെന്ന് വെച്ചാൽ നീ വിചാരിച്ച എന്നെ വിട്ട് അച്ഛൻ എനിക്ക് ഇറങ്ങുമെന്ന് എന്റെ ഭാര്യയാണ്. നീ ഒരു ഗ്രാമസേവകൻ. എന്താണ്? ഞാൻ എന്റെ കൊച്ചുകുട്ടിയെ പറ്റാണോ ഇത്? എന്നെ വിടാനാ പറഞ്ഞേ? ഒന്നും ചെയ്യരുത്. വിടാൻ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഒന്നും പറയാം, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇവിടെ വാ. എന്ത് കഷ്ടമാണ് അല്ല, ഒന്ന് പറയാൻ സമ്മതിക്കത്തില്ലല്ലോ. അച്ഛൻ വിടാനാ പറഞ്ഞേ. ഇങ്ങോട്ട് അമ്മേ, അച്ഛൻ എനിക്കൊരു സ്വാതന്ത്ര്യം ഇല്ലേ? ഞാൻ ഇപ്പൊ കല്യാണം കഴിച്ചു. ഇപ്പൊ എന്തോ? അല്ല, ഞാനൊരു കാര്യം പറയാമാവോ? കാര്യം പറയാനല്ല, കാർ ഓടിക്കാനാണ് നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അല്ല, കൊച്ചമ്മ സാറും പറഞ്ഞതുപോലെ ഇത് സമ്മതിച്ചു കൊടുത്താൽ നമ്മുടെ സ്റ്റാറ്റസ് കയറും.
സമ്മതിച്ചില്ലെങ്കിൽ ബിൽ സാറിന്റെ മനസ്സും തകരും. ഇതിലേത് തകരുന്ന എളുപ്പം? ഇനി തകരുന്നത് തന്റെ തലയായിരിക്കും. പോടോ. ഒരു പെണ്ണിനെ കണ്ട തല നിവർത്തി നടക്കാത്തവൻ അവൻ. എങ്ങനെ സംഭവിച്ചു? അല്ലോ, വിനയ് സാറിന് ഇത്ര ഉശിരുണ്ടെന്ന് എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ഇനിയിപ്പോ ആ കുട്ടിയെ വീട്ടിൽ കയറ്റാണ്ടിരിക്കാൻ അമ്മയുടെ പരിപാടി. സാറിനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കണമെന്ന്. അതിനെ എന്നെ കിട്ടിയിട്ട് വേണ്ടേ? ഞാനും അത് തന്നെ പറയണത്. വിട്ടുകൊടുക്കരുത് സാറേ. പ്രായപൂർത്തിയായ മക്കളോട് മര്യാദ ഒക്കെ വേണ്ടേ? സാറിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു കൊണ്ടല്ലോ. അമ്മയാണ് അച്ഛനാണെന്നും ഞാൻ നോക്കൂല. കൈവയ്ക്കും ഞാൻ. ഇവർക്കൊന്നും അത്ര മര്യാദ കൊടുത്തിട്ട് കാര്യമില്ല സാറേ. ഞാൻ ആ സമയത്തോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും വരില്ലായിരുന്നു. ഡാഡിയും മമ്മിയും വലിയ ബുദ്ധി ഉപയോഗിച്ചതാ. ഏതായാലും അവരുടെ മകനായ എനിക്കും ആ ബുദ്ധി കുറച്ച് കിട്ടുമല്ലോ. ചേച്ചി ധൈര്യമായിരിക്കും, ഞാൻ എല്ലാം ശരിയാക്കാം. വരൂ. എന്റെ ഗുരുവായൂരപ്പ, എന്താ ഇത്? ഇതാണ് വീട്. ശങ്കരനാരെ, നിങ്ങൾ പോയാ മതി, ഞാൻ പുറത്ത് എവിടെയെങ്കിലും ഇരുന്നോളാം. പേടിക്കാതിരിക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. ഓർമ്മയുണ്ട്, ഞാൻ മറന്നുപോകും. വല്ല വഴക്കോ ഒക്കാണോ വേണ്ടി വരുമോ? ചിലപ്പോ. അയ്യോ, വഴക്കട ഞാൻ വാണോ, ഇതിലും ഭേദം വല്ല ധർമ്മക്കാരും പിടിച്ചോണ്ട് വന്നാൽ മതിയായിരുന്നു. തന്റെ എന്ന് പറഞ്ഞ് നടക്കണം. വരൂ. എന്റെ ഭഗവാനെ, ഇത് വീടോ കൊട്ടാരോ? ലക്ഷ്മി, എന്റെ തല കറങ്ങണം. അമ്മോനൊരു കാര്യം ചെയ്യും, ഇവിടെ എന്ത് നടന്നാലും അനങ്ങണ്ട, മിണ്ടാണ്ട് ഇവിടെ ഇരുന്നാ മതി. അപ്പൊ വല്ലതും നടക്കുവോ? വല്ല അടിപിടി നടക്കുവോ മോനെ? അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. അയ്യോ, അവിടെ എങ്ങാനും വയ്ക്കണോ അലവലാതി, തന്നെ കെട്ടി വലിച്ചുകൊണ്ട് വരാൻ പോയത് ആവത്തായല്ലോ. നമസ്കാരം. ചകരക്കുട്ടി, അല്ല ഇതാര്? മമ്മിന്റെ അടി എവിടെ? മോളുണ്ട്, വിളിക്കൂ. അയ്യോ, ഇതെന്ത് പറ്റി? അതൊക്കെ പിന്നെ പറയാം, വിളിക്കേ. ഇരുന്നോളൂ, ഇരുന്നോളൂ. ചേട്ടത്തിരിക്കൂ. ശരിക്കിരിക്കാമാവാ. എന്താ എല്ലാവരും കൂടി ഇങ്ങോട്ട് പോകുന്നത്? അതെ അതെ, ഈ നിൽക്കുന്നത് നിങ്ങളുടെ മകന്റെ ഭാര്യയാണ്. അവളെ അവളുടെ ഭർത്താവിന്റെ വീട്ടിലാക്കാൻ വന്നതാ. നിങ്ങളാണോ പെണ്ണിന്റെ അച്ഛൻ? അല്ല, ഈ നിൽക്കുന്ന ആളാ. ഇത് അമ്മ, അമ്മ, അമ്മ. ചേച്ചി, കഴിഞ്ഞതെല്ലാം പോട്ടെ. ഒന്നുമില്ലെങ്കിലും നമ്മള് പെണ്ണുങ്ങൾ. മാറി നിൽക്കൂ. ലക്ഷ്മി, ഇങ്ങോട്ട് പോര്, 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 പോര്. തന്റെ പേരെന്താ? രാരിച്ചൻ നായർ. ഞങ്ങളെ അറിയിക്കാതെ ഞങ്ങളുടെ മകന്റെ കല്യാണം നടത്തുന്നത് ഇവിടുത്തെ മര്യാദയാ. അതിപ്പോ നിങ്ങളൊന്നും പറയണ്ട, കുട്ടിയുടെ അച്ഛൻ പറയട്ടെ. അയാൾ പറയില്ല. അയാൾക്ക് ദേഷ്യം വന്നാൽ ഇന്ന് വിറക്കേയുള്ളൂ. പിന്നെ വല്ല വെട്ടോ കുത്തോ വല്ലതും നടക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇവരെ കൂട്ടിക്കൊണ്ടൊന്നും നീയാണോടാ? എനിക്ക് വേറെ വഴിയില്ലായിരുന്നു മമ്മി. ഇത് കണ്ടോ, എന്നെ ഇവിടെ തനിച്ചാക്കിട്ട് ഡാഡിയും മമ്മി വിനോദിനെ മാത്രം കൂട്ടിക്കൊണ്ടൊന്നില്ലേ? നാട്ടുകാർ എന്നെ ഖരാവ് ചെയ്തു. എന്നിട്ട് അവര് തല്ലിയോ? തല്ലിയൊന്നോ? നേതാവ് വന്നില്ലായിരുന്നെങ്കിൽ അവരെന്നെ കൊന്നേനെ. എനിക്ക് സംസാരിച്ചു നിൽക്കാൻ നേരമില്ല. നിങ്ങൾ ഈ പെൺകുട്ടിയെ നിങ്ങളുടെ മകന്റെ ഭാര്യയായി സ്വീകരിക്കുന്നോ ഇല്ലയോ? സ്വീകരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്താ ചെയ്യാൻ പോണെന്ന് കാണിച്ചു തരാം. വരൂ കുട്ടി. അയ്യോ, നേതാവ് പോകരുത്. ഡാഡിയോടും മമ്മിയോടും ഞാനും സംസാരിച്ചു നോക്കട്ടെ. എന്നാ വേഗോട്ടെ. മമ്മി, ഡാഡി, ഒരു മിനിറ്റ്. ശങ്കരൻ നായരെ, എനിക്കൊരു മൂത്രശങ്ക. സാരമില്ല. ലക്ഷ്മി, നമുക്ക് നമ്മുടെ വാസന തന്നെയായിരുന്നു ഭേദോട്ടോ. നാട്ടുകാരൊക്കെ ചേർന്ന് ജാതിയായിട്ട് ഇങ്ങോട്ട് വരാനിരുന്നതാ. ഞാൻ നേതാവിന്റെ കാല് പിടിച്ച് പറഞ്ഞുകൊണ്ടാ നേതാവ് മനസ്സ് മാറ്റിയത്. നാട്ടുമ്പുറം പണ്ടത്തെ നാട്ടുമ്പുറം എന്നല്ല ഇപ്പോ. എന്റെ അമ്മാവന്റെ വീടിന്റെ മുമ്പിൽ ഒരു ഗർഭസത്യാഗ്രഹം നടന്നു. എന്റെ അമ്മോ, ഞാൻ പോലീസിന് ഫോൺ ചെയ്യാം. ഡാഡി എന്താണ് ഈ പറയുന്നത്? ജാഥ ഇവിടെ വരിക, പോലീസ് ലാത്തി ചാർജ് നടത്തുക, നാളെ പത്രത്തിൽ ന്യൂസ് വരിക, ഡാഡിയുടെ മമ്മിയുടെ സ്റ്റാറ്റസ് പിന്നെ എന്താകും? അയ്യോ, അത് വേണ്ട. ആരും അറിയാതെ കാര്യം ഇങ്ങനെ ഒതുക്കി കിട്ടിയാ മതി. മമ്മി, ഞാനൊരു വഴി പറയട്ടെ. തൽക്കാലം സന്തോഷം ഭാവിച്ച് പെണ്ണിനെ ഏറ്റെടുക്കുക, മറ്റുള്ളവർ പോട്ടെ. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് ആലോചിക്കാം. രണ്ടിലൊന്ന് ഉടനെ അറിയണം. അത് അറിഞ്ഞിട്ട് വേണം ഞങ്ങളുടെ ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ. ഡാഡി വരൂ. ഡാഡിക്കും മമ്മിക്കും അവരെ അറിയിക്കാതെ കല്യാണം നടത്തിയുള്ള പ്രയാസമാണ്. അത് മാത്രമേ ഞങ്ങൾക്ക് വിഷമമുള്ളൂ. അതിന് ഞങ്ങൾ മാപ്പി ചോദിക്കുന്നു. വേണമെങ്കിൽ നാട്ടിലൊരു പൊതുയോഗം വിളിച്ചുകൂട്ടി പരസ്യമായി മാപ്പി ചോദിക്കാനും തയ്യാറാണ്. അതെ, അതൊന്നും വേണ്ട. കുട്ടിയെ ഞങ്ങൾക്ക് ഇഷ്ടമായി.
വാ മോളെ, ചെല്ലുമോളെ, നിന്റെ അമ്മാവിയമ്മയാ. നിങ്ങളിവിടെ എങ്ങനെ എത്തി? മോനെ, എനിക്കും ഡാഡിക്കും രാധയെ വളരെ ഇഷ്ടപ്പെട്ടു. അതെ. ഇനിയിപ്പോ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? എന്ത് പ്രശ്നം? ഓ, മനസ്സിനൊരു സമാധാനമായി. കൽപ്പന, രാധയെ അകത്തേക്ക് കൂട്ടിക്കൊള്ളൂ. വരൂ. ഇന്ന് മോളെ വരിക്കച്ചക്കയാ, അമ്മായിയമ്മയ്ക്ക് നാത്തൂനും കൊടുക്കൂ. ഞാൻ കൊണ്ടുവയ്ക്കാം. ആ മോളെ, ദാ പെട്ടി ഞാനെടുക്കാം. വരൂ, ചെല്ലുമോളെ. വിചാരിച്ചെന്നേരെ നീ നമുക്കിറങ്ങാം. അല്ല, ഇന്നിവിടെ താമസിച്ചിട്ട് നാളെ നമുക്ക് ഒരുമിച്ച് പോയാ പോരെ? എനിക്ക് എന്തായാലും പോണം. എന്റെ ഭാര്യയോടെ ഒറ്റയ്ക്കാം. എന്നാ ഞങ്ങളും വരാം. ചേട്ടൻ എന്തിനാ നാളെ പോകുന്നത്? ഞാൻ ലീവ് എടുത്തിട്ടില്ല. ഏതായാലും ചേട്ടത്തി ആദ്യമായി ഈ വീട്ടിൽ വന്നതല്ലേ? ഇവിടെ താമസമാക്കാനല്ലോ അവള് വന്നത്. ഞങ്ങൾ രണ്ടാളും കൂടെ നാളെ അങ്ങോട്ട് തിരിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും കൂടി സൗകര്യം ഉള്ളപ്പോ ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വരണം. ഓ, വരാം. ഞങ്ങൾ ഇറങ്ങട്ടെ. വരട്ടെ ചേച്ചി. ആ, Take it easy. ഈസി ആയിട്ട് എടുക്കാനോ? എന്നെ തോൽപ്പിച്ചു എന്നായിരിക്കും അവരുടെ വിചാരം. ഈ ലീല ആരാണെന്ന് അവർക്ക് അറിഞ്ഞൂടാ. Then what is your plan? എന്റെ വിനു മിസ്സിസ് തമ്മിയുടെ മോളെ തന്നെ കല്യാണം കഴിക്കും. അപ്പോ ഈ കുട്ടിയോ? അവളെ എന്ത് ചെയ്യണമെന്ന് നമുക്ക് ആലോചിക്കാം.